പക്ഷെ നല്ലൊരു സോങ് ആയിരുന്നു എനിക്കൊരു വളരെ കുറച്ച് ലൈൻസേ ഉള്ളൂ, ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. വരുൺ ചേട്ടനാണ് മെയില് പാടിയത്, അതിന്റെ ഫീമെയിൽ ഒരു 4-5 ലൈൻസേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നു. എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞു തന്നോ കഥയുടെ എങ്ങനെയാണ് അങ്ങനെയാണ്? അതിന്റെ ഫിലിമിന്റെ ഡയറക്ടർ ദേവൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ആ പാട്ട് അവിടെ പാടാൻ നേരത്ത്. ദേവൻ ചേട്ടനാണെങ്കിൽ ഓരോ ഇതിന്റെ സീനും പറഞ്ഞു തന്നു, ഇതിന്റെ വേണ്ട ഇമോഷനും പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ കർത്താവേ ഞാൻ ഇതൊക്കെ എങ്ങനെ പാടി ഒപ്പിക്കുമെന്നായി പോയി. കാരണം എനിക്ക് ആ സമയത്ത് പാട്ട് പാടും എന്നല്ലാതെ ഇതിന് ഇങ്ങനെ ഇമോഷൻ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, അങ്ങനെയൊന്നും നമുക്ക് വലിയ അങ്ങനെയൊക്കെ ഒന്നും പാടാൻ ഞാനാകെ ടെൻഷനായി പോയി. ഇത് എന്ത് പാടി വയ്ക്കും. എനിക്ക് പിന്നെ ഇപ്പോഴാണ് കുറേ പാട്ടുകൾ പിന്നീട് പാടി വന്നപ്പോഴാണ് ഓരോ സോങ്ങിനും ഓരോ ഇമോഷൻ വേണം. പിന്നെ ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതിന് വേറെ രീതിയിലൊരു ചിലപ്പോൾ ഒരു പുഷ് കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്കത് പഠിക്കാൻ തന്നെ പറ്റുള്ളൂ. അതെ, അന്ന് ആ 4 ലൈൻ പാടാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പേടിച്ചിട്ടാണ് മെയിൻലി.